ഇന്ന് പതുപോലെ അതേ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പൂവിടാൻ തുടങ്ങാൻ കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചാണകമൊക്കെ മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ ഇതെല്ലാം കണ്ട ഒരാൾ ഇതേ അറിയാത്തിരിപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ പെണ്ണേന്ന് വിളിക്കണ ഒരു പൂച്ചക്കുഞ്ഞാണ് കേട്ടോ. അത് 2 കുഞ്ഞുങ്ങൾ വന്നതായിരുന്നു കേട്ടോ വീട്ടിൽ. എന്നിട്ട് ഒരെണ്ണത്തിനിപ്പോൾ കാണാനില്ല. അത് കാരണം പുള്ളിക്കാരത്തേക്ക് സങ്കടമായേക്കാം ഒരാളെ കാണാത്ത കാരണം കൊണ്ട്. കണ്ട പൂച്ച അങ്ങനെ ഓടിച്ച് പിടിച്ചുകൊണ്ടതാണെന്നൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ ഒരാളെ കാണാത്ത തന്നെ എല്ലാവർക്കും ഭയങ്കര സങ്കടമായി. അതിനെ കാണാണ്ടായി പിന്നെ ഞങ്ങളുടെ അടുത്തുനിന്ന് മാറൂല പുള്ളിക്കാരത്തി. അപ്പോൾ ഇതെന്നാന്നൊക്കെ അറിയാനാണ് നടക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞോണം വൈറ്റ് പൂവായിരുന്നു കേട്ടോ ഇന്ന് ഇടേണ്ടത്. അപ്പോൾ വെള്ള തന്നെ ഇടാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇന്നലെ ചേട്ടൻ ചെന്ന് കഴിഞ്ഞപ്പോൾ വൈറ്റ് പൂ കിട്ടിയില്ല. കളർ പൂ കണ്ടിട്ട് കിട്ടിയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഇതേ കളർ പൂ തന്നെയാണ് ഇടണത്. ഇന്ന് എല്ലാവരും എങ്ങനെയാണ് വൈറ്റ് പൂ തന്നെയാണ് എല്ലാവരും ഇട്ടത്. കളർ ഇട്ടവരും ഉണ്ടാവൂലേ. ഇന്ന് ഞാനത് കാരണം ഇന്ന് വൈറ്റ് പൂ ഒന്നും കിട്ടിയില്ലെന്നേ. അത് കഴിഞ്ഞിട്ട് തുമ്പയുടെ പൂവ് നോക്കിയിട്ട് അതും കിട്ടിയില്ല. ഒരു പൂവുണ്ടായില്ല. അപ്പോൾ പിന്നെ ഇത് തന്നെ അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. പുള്ളിക്കാരത്തി ഒന്ന് നോക്കാൻ കേട്ടോ. എന്താ ഇരിക്കണേന്ന് അറിയാനാണ് നോക്കണത്. പാവ എന്ത് ചെയ്തപ്പോൾ തന്നെ ഇരിക്കാനൊക്കെ ആൾക്ക് പേടിയാണ്. എന്തോ പേടി കിട്ടിയിട്ടുണ്ട്. മറ്റേ കുഞ്ഞിനെ ഓടിച്ച് കൊണ്ടുപോയതാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അത് കണ്ടങ്ങ് പേടിച്ചതാണെന്ന് അറിയില്ല. ഭയങ്കര സങ്കടമാണ്. അതാണ് ഞങ്ങളുടെ അടുത്തുനിന്ന് പോവില്ല. 2 തരം പൂവാണ്ട് കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഒരു മഞ്ഞ ജമന്തി, റെഡ് എന്ന് പറയാൻ പറ്റില്ല, ഓറഞ്ച്. ഇത് 2ആണ് ജമന്തി കിട്ടിയത് നമുക്ക്. പിന്നെ ഇതിന് കുറച്ച് റോസാപ്പൂ ഉണ്ടായുള്ളൂ കേട്ടോ. അതും ഇട്ടിട്ടുണ്ട്. പിന്നെ വാടാമല്ലി നമ്മൾ പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ഇഷ്ടം പോലെ ഉണ്ടാവാറുള്ളത്. അത് ഇപ്പോൾ ഒന്നും വീട്ടിലൊന്നും കാണാനില്ല. അപ്പോൾ വാടാമല്ലി കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കൂട്ടി നല്ല റൗണ്ടിലാണ് ഇട്ടത്. പിന്നെ ഇന്നലത്തെ പോലെ തന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്കേക്കടെ തുളസിയുടെ കതിരില്ലേ അതാണ് വെച്ച് കൊടുത്തത് കേട്ടോ. ഇടയ്ക്ക് ആ തുളസി കതിര് വെച്ച് കൊടുത്തിട്ട് കുറച്ച് പൂവും ഇടയ്ക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പൂച്ചക്കുഞ്ഞ് ഇതേ വന്നിരിക്കുക. പൂവിട്ട് കഴിഞ്ഞു കേട്ടോ. ഇത് കഴിഞ്ഞാൽ ആൾ ഞങ്ങളുടെ അടുത്തൊന്ന് പോവുള്ളൂ. പൂടലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇന്നൊരു സാമ്പാറാണ് കേട്ടോ വെക്കാമെന്ന് വിചാരിച്ചത്. അതിനായിട്ട് ഞാൻ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിട്ടോ. അതൊക്കെ കുറച്ച് കഷ്ണമുള്ളൂ കേട്ടോ, ഒത്തിരി ഒന്നുമില്ല. അപ്പോൾ അതേ പരിപ്പും ഉരുളക്കിഴങ്ങും സവാളയും പിന്നെ അതിൻ്റെ കൂട്ടത്തിയുടെ മത്തങ്ങയുടെ ഒരു കഷ്ണവും കുമ്പളങ്ങയുടെ ചെറിയൊരു കഷ്ണവും പിന്നെ 2 ചെറിയ വഴുതനങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പരിപ്പും കൂടെ ഒന്നിച്ചിട്ടാട്ടോ അടപ്പത്ത് വെക്കണം. കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് വേവണ പരിപ്പ് അത് തന്നെ നമ്മൾ പരിപ്പ് ആദ്യം ഒന്നും വേവിച്ചൊന്നും എടുക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഞാനിങ്ങനെയാണ് എളുപ്പത്തിന് പെട്ടെന്നൊക്കെ വെക്കുമ്പോൾ ഞാനിങ്ങനെ വെക്കാറ്. അപ്പോൾ ഞാൻ ഈ ഉപ്പിട്ട് കൊടുക്കണല്ലോ കേട്ടോ. അപ്പോൾ ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഇപ്പം ഇത്ര ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടയ്ക്കയും തക്കാളിയും അതിൻ്റെ കൂടെ തന്നെ ഞാൻ മുരിങ്ങക്കായും കൂടി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇടുമ്പോൾ നമുക്ക് വെള്ളത്തിന് കുറവുണ്ടെങ്കിൽ ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഗ്യാസ് കത്തിച്ച് നമ്മുടെ സാമ്പാറിനുള്ള പാത്രം എടുത്ത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ നമുക്കൊരു വേവായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് കഴിയുമ്പോഴാണ് നമുക്കിപ്പോൾ എടുത്ത് വെച്ചിരുന്ന വെണ്ടയ്ക്കയും മുരിങ്ങക്കായും ഞാൻ ഇതിൻ്റെ കൂടെയായിട്ട് ഇടണമല്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് വെന്തു പോകും. തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ഉപ്പിടണത്. ഉപ്പ് എന്താ ഇപ്പോൾ ഇടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപ്പിട്ട കാരണം ഞങ്ങൾ വെന്തില്ലെങ്കിലും പെട്ടെന്ന് വേണ പരിപ്പാണ്. എന്നാലും പരിപ്പിട്ടുകൊണ്ട് ഞാൻ വെണ്ടയ്ക്കൊക്കെ ഇടുമ്പോൾ ഉപ്പിട്ടാൽ അതിലൊന്നും വെച്ചാൽ അപ്പോൾ ഞാൻ ഇട്ടുണ്ടായില്ല കേട്ടോ. പിന്നെ ഒരു ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ടായിട്ടോ. നമ്മളിപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ ഇച്ചിരി വെള്ളം കുറഞ്ഞായിരുന്നു. അപ്പോൾ ഈ വെണ്ടയ്ക്കൊക്കെ ഇടുമ്പോൾ ഇത്തിരി കൂടെ വെള്ളം വേണമല്ലോ. അപ്പോൾ ഒരു ഇത്തിരി ചൂടുവെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളൊന്ന് മൂടി വെച്ച്
സിമ്മിലിട്ട് കഴിയുമ്പോൾ തന്നെ വെണ്ടയ്ക്ക് ഒത്തിരി അങ്ങോട്ട് അലിഞ്ഞൊന്നും പോകണ്ട കേട്ടോ. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വൈഞ്ഞായ കൊഴുപ്പായിരിക്കും വെണ്ടയ്ക്കയുടെ കഷ്ണമൊക്കെ. ഇതിപ്പോൾ ഇങ്ങനെ സിമ്മിലിട്ട് ഇപ്പോൾ നോക്കിയപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്തുണ്ട് കേട്ടോ. വെണ്ടയ്ക്കൊക്കെ ഇങ്ങനെ മതി. ഇനി കറി വെന്തിട്ടുണ്ട്, ഇത് വാങ്ങി വെക്കാം കേട്ടോ. ഇനി നമുക്കൊന്ന് കടുക് വറുക്കാം കേട്ടോ. അപ്പം ഞാൻ അതിനകത്ത് ചേർക്കേണ്ട പൊടികളൊക്കെ അപ്പോഴാണ് കേട്ടോ ചേർക്കാറ്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച പൊടിയിൽ നിന്ന് പകുതി നമ്മൾ ഒന്ന് വറുത്തിട്ട് ആദ്യം കഷ്ണത്തിൻ്റെ കൂടെ ഇട്ട് വേണമെങ്കിൽ വേവിക്കാം കേട്ടോ. പകുതി നമ്മളിങ്ങനെ കടുക് വറുക്കുമ്പോൾ അതിൻ്റെ കൂടെ മൂപ്പിച്ചൊഴിക്കാണ് പതിവ് കേട്ടോ. അതല്ലാതെ ഇങ്ങനെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ വെച്ച് കടുകൊക്കെ താളിക്കണ സമയത്ത് നമ്മൾ ആ പൊടി കൂട്ടി നല്ലോണം മൂപ്പിച്ചൊഴിക്കാണ്ട് ഇപ്പോൾ ഞാൻ ഇതിൽ ചെയ്യണത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ സാമ്പാർ, പെട്ടെന്ന് എളുപ്പത്തിന്. ഇതിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് ഉള്ള രീതിയാണിത്. ഇപ്പോൾ ഇതേ പാൻ വെച്ചു, വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു. നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഉലുവ, അതിൻ്റെ കൂട്ടത്തേക്കിട്ട് ഞാൻ കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കും കേട്ടോ. കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇതേ നമ്മൾ അതിനകത്തേക്ക് മുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഉള്ളി നന്നായിട്ട് മൂക്കുമ്പോൾ പൊടികളൊക്കെ ഇട്ട് വഴറ്റാട്ടോ ചെയ്യണത്. അതിനായിട്ട് നമ്മളിതേ കുറച്ച് മല്ലിപ്പൊടിയും സാമ്പാർ പൊടിയും കുറച്ച് കാശ്മീരി മുളകും പൊടിയും കൂടി ഇട്ടെടുത്തേക്കണം. അതിൻ്റെ കൂടെ ഞാൻ ശകല മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ പൊടിയും കൂടി ഒന്ന് നന്നായിട്ട് വെളിച്ചെണ്ണയിലൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒത്തിരി മൂത്ത് കരിഞ്ഞു പോകണ്ട കേട്ടോ. കരിഞ്ഞു പോയാൽ കത്തിപ്പോവും. പിന്നെ അപ്പോൾ നമുക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് പാകത്തിനുള്ള മൂപ്പ പാടുള്ളൂ കേട്ടോ. അതേ ഇപ്പം നന്നായിട്ട് മൂത്തുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മളത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ. എല്ലാ കറി വെച്ച് കഴിയുമ്പോൾ എനിക്ക് കുറച്ച് കറിവേപ്പില ഇടണം. പച്ചക്കറിവേപ്പില ഇട്ടാൽ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് മല്ലിയില ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. മല്ലിയില എന്ന് പറഞ്ഞാൽ നല്ല പച്ചമല്ലിയില അല്ല. കഴിഞ്ഞ ആഴ്ചയിൽ മേടിച്ചിട്ട് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കി പിടുത്തതിൻ്റെ ബാക്കി കുറച്ച് മല്ലിയില ഉണ്ടായുള്ളൂ കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ കൂടെ മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ സാമ്പാറിൽ നമ്മൾ സാമ്പാർ പൊടി ഇട്ടാലും ഇത്തിരി കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ അതേ കറിവേപ്പില മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് ഭയങ്കര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.